ഹായ് ഓൾ. എന്താണ് എല്ലാവരുടെയും വിശേഷമൊക്കെ? ക്രിസ്മസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായി ആഘോഷിച്ചു എല്ലാവരും? അപ്പം എൻ്റെ ക്രിസ്മസ് ഇത്തവണത്തെ അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ നന്നായിട്ട് തന്നെ ആഘോഷിച്ചു. ആഘോഷിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മൂന്നാളും ഒരുമിച്ചുണ്ട്. അല്ലെങ്കിൽ ഞാനും മോനും നാട്ടിലായിരിക്കും, മനീഷേട്ടൻ ഇവിടെയായിരിക്കും. അപ്പം ഞങ്ങൾ മൂന്നാളും ഒരുമിച്ചുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ ക്രിസ്മസ് ഏറ്റവും ഗംഭീരമായിട്ട് ഞങ്ങൾ ആഘോഷിച്ചത്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ക്രിസ്മസിൻ്റെ കുറച്ച് ഓർമ്മകളൊക്കെ എല്ലാവരുമായും പങ്കുവയ്ക്കാനാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസിനെ കുറിച്ച് നല്ല നല്ല ഓർമ്മകളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ എനിക്കും ഈ ഡിസംബർ മാസം എന്ന് പറയുന്നത് ഏറ്റവും പ്രിയപ്പെട്ട മാസമാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണല്ലേ. ചെറിയൊരു തണുപ്പുള്ള മാസമാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വെക്കേഷൻ കിട്ടും. പിന്നെ ക്രിസ്മസ് വെക്കേഷന് മുമ്പ് നമ്മുടെ സ്കൂളുകളിലൊക്കെ ഒരു ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുക, ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലേ. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണല്ലേ. നമ്മുടെ സ്കൂൾ ലൈഫിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. പിന്നെ അന്ന് കിട്ടുന്ന ഒരു പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ. ഇന്നൊരു കേക്ക് മുഴുവൻ കഴിച്ചാലും അന്ന് കിട്ടിയിട്ടുള്ള ആ കേക്കിൻ്റെ ടേസ്റ്റ് കിട്ടുന്നില്ല. അത് എന്തോ അന്ന് കിട്ടുന്ന ചിലപ്പോൾ ഒരു കുഞ്ഞേ കഷ്ണമായിരിക്കാം കിട്ടുന്നത്. അതിൻ്റെ ആയിരിക്കാം ആ രുചി, ഇത്രയേറെ രുചി നമുക്ക് തോന്നാനായിട്ട് കാരണം. പിന്നെ എനിക്ക് ഈ ക്രിസ്മസിൻ്റെ അന്ന് പണ്ട് കുട്ടിക്കാലത്തിട്ടോ ഞാനൊരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ യേശുദേവനെ കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട് കേട്ടോ. എന്നെ ഭയങ്കര ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു രംഗമാണത്. എനിക്ക് ആ സിനിമ കണ്ടിട്ട് ഞാൻ എന്തോരം കരഞ്ഞു കൂട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ സിനിമ കണ്ടതിന് ശേഷമാണ് ഞാൻ യേശുദേവനെ കുറിച്ച് കൂടുതൽ അറിയാൻ സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ സഹനശക്തിയെക്കുറിച്ചൊക്കെ എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു സിനിമയിൽ കൂടിയാണ് കേട്ടോ. അപ്പം ആ സിനിമയിൽ അദ്ദേഹത്തെ ഇങ്ങനെ ഗാഗുൽത്താൻ മലയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ തോളിലൊക്കെ ഒരു കുരിശൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തലയിൽ മുൾക്കിരീടം, പിന്നെ അതുപോലെ തന്നെ ചാട്ടവാറുകൊണ്ട് അടിച്ച് അദ്ദേഹം വീണിട്ടൊക്കെയാണ് ആ മല കയറുന്നത്. അപ്പോൾ ഭയങ്കര ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരു രംഗമാണ് കേട്ടോ അത്. പിന്നെ കയ്യിൽ ആണി തറയ്ക്കുന്നതും അദ്ദേഹത്തെ കുരിശിലേറ്റുന്നതും, പിന്നെ മൂന്നാമത്തെ ദിവസം ഉയർത്തെഴുന്നേൽക്കുന്നതും ദൈവപുത്രനാവുന്നതുമൊക്കെയുള്ള ആ ഒരു കഥകളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ. അദ്ദേഹത്തിൻ്റെ ഒരു സഹനശക്തിയും ത്യാഗവും ഒക്കെ ഈ കഥകളിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു കാലത്ത് നടന്ന ഈ റിയൽ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ ജാതി മതഭേദമന്യേ എല്ലാ കുട്ടികളും ഈ കഥകളൊക്കെ പഠിക്കണം എന്നാണ് എൻ്റെ ഒരു ചിന്ത കേട്ടോ. ഞാൻ എല്ലാ ആഘോഷവും ആഘോഷിക്കും. എനിക്ക് ഓണം പോലെ തന്നെയാണ് ക്രിസ്മസും പെരുന്നാളും ഒക്കെ. ഇതൊക്കെ നമ്മുടെ മക്കളുണ്ടല്ലോ, നമ്മുടെ കേരളത്തിലെ മതേതരമായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ എല്ലാവിധ ആഘോഷങ്ങളും സംസ്കാരങ്ങളും ഒക്കെ അറിഞ്ഞു വളരണം എന്നാണ് കേട്ടോ എൻ്റെ ഒരു ആഗ്രഹം. എൻ്റെ മോൻ 1ാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് അവൻ എന്ത് മതമാണെന്ന് മനസ്സിലാക്കിയത്. അവൻ LKG UKG ഒന്നും അറിയണ്ടായിരുന്നില്ല അവൻ ഏത് മതത്തിലാണെന്നുള്ളത്. അപ്പോൾ ഒരു ദിവസം ക്ലാസ്സിൽ അവൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു, "ഉത്തരം നീ അമ്പലക്കാരാണോ പള്ളിക്കാരാണോ എന്ന്?" അപ്പോൾ എൻ്റെ മോന് പറയാനറിയില്ല. അപ്പോൾ അവർ ചോദിച്ചതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നീ അമ്പലത്തിലാണോ പോവുക പള്ളിയിലാണോ പോവാന്ന്. അപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു ഞങ്ങൾ രണ്ടിടത്തും പോകുന്നു. കാരണം എൻ്റെ മോനെ ഞാൻ വളർത്തിക്കുന്നത് ഒരു മതം ജാതിയില്ല, എല്ലാം ഉണ്ട്, എല്ലാം ദൈവങ്ങൾ തന്നെയാണ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ പറഞ്ഞാൽ അവർ ഭയങ്കര പ്യുവറാണ്. അവർ ജനിച്ച് വീഴുമ്പോൾ നമ്മൾ മനുഷ്യന്മാരാണ് അവരെ ഉള്ളിൽ ഈ ജാതി മത വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്നത്. കുട്ടികളുടെ ഇടയിലൊന്നും അങ്ങനത്തെ വളർത്താതിരിക്കുക. ഇപ്പം എൻ്റെ മകന് മനസ്സിലായി കേട്ടോ. ഇപ്പം പറഞ്ഞു കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. അന്ന് അവൻ വീട്ടിൽ വന്ന് ചോദിച്ചു, "അമ്മ, എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു ഞാൻ അമ്പലക്കാരനാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പള്ളിയിലും പോവാറില്ലേ?" അപ്പം എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായിട്ടോ. അപ്പം ഞാൻ മോനോട് പറഞ്ഞു, "മോനെ, നമ്മളൊക്കെ മനുഷ്യരാണ്. നമുക്ക് വേദനിക്കുന്നത് പോലെ മറ്റുള്ളവർക്കും വേദനിക്കും. നമ്മുടെ കൈ മുറിഞ്ഞാലും ബ്ലഡ് തന്നെയാണ് വരിക. അപ്പോൾ അവരുടെ കൈ മുറിഞ്ഞാലും ബ്ലഡ് തന്നെയാണ് വരിക." അപ്പം അങ്ങനെയാണ് ഞാൻ എൻ്റെ മകനെ വളർത്തിയിട്ടുള്ളത്. അപ്പോൾ അവനിവിടെ ഉണ്ട് കേട്ടോ. അവനിവിടെ കേട്ട് നിൽക്കുകയാണ് എന്താണ് എന്നെ പറ്റി പറയണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞാച്ചു. ശരിക്കും പറ. നാട്ടിലാവുമ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ഇപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം കേട്ടോ പുൽക്കൂട് ഉണ്ടാക്കും. അതുപോലെ തന്നെ നന്നായിട്ട് തന്നെ ആഘോഷിക്കാറുണ്ട്. സ്റ്റാർ ഇടും. ഡിസംബർ മന്തിൻ്റെ തുടക്കം തന്നെ നമ്മൾ സ്റ്റാർ ഇടും. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത്, അനീഷേൻ്റെ വീടിൻ്റെ അടുത്ത് വലിയൊരു പള്ളി ഉണ്ട് കേട്ടോ. 1500 വർഷം പഴക്കമുള്ള ഒരു പള്ളിയാണത്. അപ്പോൾ പണ്ട് അനീഷേട്ടൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ടിപ്പു സുൽത്താൻ്റെ കാലത്തൊക്കെ ഈ പള്ളീനെ ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ പള്ളിയിലേക്ക് ഞങ്ങൾ പെരുന്നാളിനും ക്രിസ്മസിനൊക്കെ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്തവണ ഞാൻ
പറപ്പൂക്കര പള്ളീനെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ഇവിടെ ഇഷ്ടംപോലെ പള്ളികളുണ്ട്. അപ്പം എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, നിങ്ങളുടെ കുടുംബത്തിനും സമ്പൽ സമൃദ്ധിയുമായ ഒരു ആരോഗ്യവും സ്നേഹവും സമാധാനവും ഒക്കെ നിറഞ്ഞിട്ടുള്ളൊരു ക്രിസ്മസ് ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നതുകൊണ്ടാണ് ഇന്ന് എനിക്ക് ഇത്രയും പോലും ഒന്ന് സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടിയത്. അപ്പോൾ ഒത്തിരി നന്ദിട്ടോ. അപ്പോൾ ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ ഇന്നലെ രാത്രി GCCയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പള്ളിയായിട്ടുള്ള ദ ലേഡി അറേബ്യ പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ വീഡിയോയും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം താങ്ക് യു. ഹായ് ഓൾ, വെൽക്കം ടു ബഹറിൻ ഡയറീസ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹാപ്പി ക്രിസ്മസ്. ഇന്ന് നമ്മൾ ക്രിസ്മസ് നൈറ്റ് ആഘോഷിക്കാനായിട്ട് ബഹറിനിലെ ഏറ്റവും വലിയ പള്ളിയായിട്ടുള്ള ദ ലേഡി അറേബ്യ പള്ളിയിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം ഇത് എൻ്റെ ബാക്കിൽ കണ്ടോ, പള്ളി നല്ല അടിപൊളിയായിട്ട് തന്നെ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പം GCCയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പള്ളിയാണ് കേട്ടോ ഇത്. നമ്മുടെ ബഹറിനിലെ ഹമദ് രാജാവ് ആണ് ഈ സ്ഥലം പള്ളി പണിയാനായിട്ട് ഡൊണേറ്റ് ചെയ്തത്. അപ്പം ഭയങ്കര വലിയൊരു പള്ളിയാണ് കേട്ടോ. സാധാരണ നമ്മൾ കാണാറുള്ള ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ ഒരു ഷേപ്പ് അല്ല ഇതിന്. ഇതൊരു ഡിഫറെൻ്റ് ഒരു സ്റ്റൈലാണ് ഇതിൻ്റെ. ഡേ ടൈം അല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ക്ലിയർ ആയിട്ടൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ഈ പള്ളി കണ്ടോ നിങ്ങൾ, ആധുനികതയും പാരമ്പര്യവും ഒക്കെ നിലനിർത്തിക്കൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ വന്നിട്ട്. പിന്നെ ഒരേ സമയം 2300ഓളം പേർക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമുണ്ട് ഈ പള്ളിയിൽ. അപ്പം പള്ളിയുടെ പുറത്തായിട്ട് ഇതാ ഇതുപോലുള്ളൊരു വഞ്ചിയാണ് കേട്ടോ, വലിയൊരു വഞ്ചിയാണ്, പായ്ക്കപ്പലാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിനുള്ളിലാണ് കേട്ടോ അവർ പുൽക്കൂട് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നിറയെ ക്രിസ്മസ് ട്രീകളും അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പള്ളി അലങ്കരിച്ചിരിക്കണമൊക്കെ എന്തോ ഒരു ഭംഗിയായിട്ടാണല്ലേ. നല്ലൊരു ആഘോഷത്തിൻ്റെ പ്രതീതിയാണ് കേട്ടോ ഇവിടെ എങ്ങും നിറഞ്ഞു നിൽക്കുന്നത്. പിന്നെ ഏത് ഭാഷക്കാർക്കും അവരുടേതായ ഭാഷയിൽ പ്രാർത്ഥിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ മലയാളികൾക്ക് മലയാളത്തിലുള്ള പ്രാർത്ഥനകളും ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഫിലിപ്പീൻസൊക്കെ അവിടെ വന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. മനാമയിലെ അവാലിയിലാണ് കേട്ടോ ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ മനാമയിൽ സൽമാനിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്താനായിട്ട് അത്യാവശ്യം നല്ല ദൂരം ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 10-32 കിലോമീറ്ററോളം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഭയങ്കര തിരക്കാണ് ഇവിടെ. അവിടെ കുർബാനയുടെ സമയമാണ് കേട്ടോ. നിറച്ച് വണ്ടികളാണ് ഇവിടെ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മൾ പോട്ടെ കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഏട്ടന് നാളെ ഡ്യൂട്ടിക്ക് പോണേ. ഇപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ട്. വീഡിയോ കണ്ടതിന് താങ്ക് യു.